ഒരു വാർത്തയിലേക്ക് പോകാം. അത് കുറുവ കള്ളന്മാരുമായി ബന്ധപ്പെട്ടാണ്. നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കുറുവ കള്ളന്മാർ. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണ കേസിൽ അറസ്റ്റിലായ കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവത്തിനായി ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്നലെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. എറണാകുളം കുണ്ടന്നൂരിൽ നിന്നും സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. ഇയാൾക്ക് കുറുവ സംഘവുമായുള്ള ബന്ധത്തെപ്പറ്റി അന്വേഷിച്ചു വരികയാണ്. ശരണ്യ സ്നേഹത്തിന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഒപ്പം എറണാകുളം ജില്ലയിൽ ഭീതി പരത്തുന്ന കുറുവ മോഷണ സംഘത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. നവമി ദിനേശ് അതിന്റെ വിവരം നൽകും. ആദ്യം ശരണ്യയിലേക്ക് ഒന്ന് പോകണം. ശരണ്യ, ഈ പ്രതിയെ 14 ദിവസത്തേക്ക് ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. കൃത്യമായി തന്നെ ഇയാൾ, ഈ സന്തോഷ് സെൽവം, കുറുവ സംഘത്തിൽപ്പെട്ടയാളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇയാൾക്കൊപ്പമുള്ള മറ്റ് 13 പേർ, 14 അംഗ സംഘമെന്നാണല്ലോ, അവരെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അവർ ഏതൊക്കെ മേഖലകളിലാണ്? അത്തരം എന്തെങ്കിലും വിവരമുണ്ടോ? പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണുള്ളത്. അതായത് ഇന്നലെയാണ് ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിൽ ഇതൊരു ഈ സന്തോഷ് സെൽവവും മണികണ്ഠനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് 14 പേരോളം വരുന്ന വലിയ സംഘമാണ് എന്നുള്ളത് വ്യക്തമാക്കിയത്. അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതും. അതായത് മണ്ണഞ്ചേരിയിൽ മോഷണം നടന്ന, ഒരു വീട്ടിൽ മോഷണം നടന്ന അതേ സമയത്ത് തന്നെ പലയിടങ്ങളിൽ ഒരുമിച്ച് മോഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 11-12 വാർഡുകളിലായി 5ഓളം വീടുകളിലാണ് മോഷ്ടാക്കൾ കയറിയത്. മണ്ണഞ്ചേരിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ ആണ് ഈ സന്തോഷിനെ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. സന്തോഷിനോടൊപ്പം മറ്റൊരാൾ ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് കണ്ടെത്താനായി പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മണികണ്ഠനിലേക്ക്, അതായത് സന്തോഷിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ സന്തോഷ് മേൽവസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നു. ആ വസ്ത്രം ഇട്ട് പോകുന്നതിനിടയിൽ ശരീരത്തിൽ നെഞ്ചിന്റെ ഭാഗത്തായി ഒരു പച്ച കുത്തിയിട്ടുണ്ട്. അതായത് പച്ച കുത്തി എഴുതിയിട്ടുണ്ട്. ഭാര്യയുടെ പേര് സന്തോഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ കാരണം അതേ രീതിയിൽ തന്നെയാണ് ഇന്നലെ പുലർച്ചെ സന്തോഷിനെ ഇവിടെ എത്തിച്ച് അതേ സ്ഥലത്തു കൂടെ പോലീസ് നടത്തിച്ചു. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാരണം അതേപോലെ തന്നെയാണ് സന്തോഷിന്റെ ശരീരഭാഷയും. അപ്പോൾ ആ ശരീരത്തിൽ ആ പച്ചകുത്തിയ ഭാഗം എടുത്തു കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ രീതിയിലാണ് സന്തോഷിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. പക്ഷേ അതേസമയം സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ് എന്നുള്ളത് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പുന്നപ്രയിലും തൂക്കുകുളത്തും കയറിയ ആളുകൾ ഇവരല്ല എന്നുള്ളതാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എറണാകുളം പറവൂരും കയറിയ ആളുകൾ ഇവരല്ല. അപ്പോ ഈ കുറുവ സംഘാംഗങ്ങൾ ഇവരൊരു വലിയ സംഘമായാണ് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്നും പലയിടത്തായി തിരിഞ്ഞ് മോഷണം നടത്തുന്നുണ്ട് എന്നും ആണ് പോലീസ് ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കരിയിലക്കുളങ്ങര അടക്കമുള്ള പ്രദേശങ്ങളിൽ എത്തിയതും ഒപ്പം തൂക്കുകുളത്ത് എത്തിയതുമൊക്കെ ഇവരിൽ തന്നെ കുറച്ചുകൂടി പ്രായം ചെന്ന മുതിർന്ന ആളുകളാണ് എത്തിയിട്ടുള്ളത്. കോട്ടയത്തെ CCTV ദൃശ്യങ്ങളിലും കണ്ടത് ആ രീതിയിലുള്ള ആളുകളായിരുന്നു. ഇവിടെയും ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞതും കുറച്ചുകൂടി പ്രായമുള്ള ആളുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ രഞ്ജിത്ത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോവുകയും മോഷണത്തിന് ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സാധാരണ ഇവർ മോഷണം നടത്തുന്നത്. അതിനുശേഷം ഇവർ ഒരുമിച്ച് കൂടുകയും പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവര് ഇവിടെയല്ല ഒരുമിച്ച് കൂടുന്നതെന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് പോലീസ്. ഇനി എറണാകുളത്താണോ ഇവരുടെ സങ്കേതം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ അന്വേഷിച്ചു വരികയാണ്. എന്നാലും 14ഓളം പേരുണ്ട്. മറ്റ് ആരിലേക്കും എത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ മണികണ്ഠനെ കസ്റ്റഡിയിലെടുത്ത് മണികണ്ഠന് മറ്റ് കേസുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മണികണ്ഠനെ ഈ കേസിലേക്ക് കണക്ട് ചെയ്യാനുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മണികണ്ഠനെ ഇന്ന് വിട്ടയച്ചേക്കും. രഞ്ജിത്ത്, ശരണ്യ തുടരുക. ഇപ്പോൾ നമുക്ക് നവമി ദിനേശിലേക്ക് കൂടി ഒന്ന് പോകണം. നവമി, എറണാകുളം ജില്ലയിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഡാനി ആ സ്പോട്ടിൽ പോയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. കാരണം അവിടെ തമ്പടിച്ചിരുന്ന കുറുവ സംഘത്തിൽ, കുറുവ സംഘത്തിന്റെ ആൾ അവിടെ ഒളിച്ചിരുന്നാണ്. അയാളെ പിടിക്കുകയും പിന്നീട് സ്ത്രീകളടക്കം മോചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. മുനമ്പം ഡിവൈഎസ്പി S. ജയകൃഷ്ണൻ നേതൃത്വത്തിലുള്ളതാണ് പ്രത്യേക സംഘമെന്നാണ് അറിയുന്നു. അതീവ അപകടകാരികളായ കുറുവ സംഘത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ആണ് ഈ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നവമി, ഇപ്പോൾ നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ എന്തായാലും ആലപ്പുഴയിൽ തമ്പടിച്ചല്ല അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ വല്ലപ്പോഴുമൊക്കെ
ഒരുമിച്ച് കൂടിച്ചേരുന്ന ആളുകളാണ്. അവർക്ക് പ്രത്യേക രീതിയിലുള്ള ആചാരക്രമമൊക്കെ ഉണ്ട്, മോഷണ രീതികളുണ്ട്. അവരൊട്ടും മനുഷ്യത്വമുള്ളവരല്ല. പോലീസ് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മുൻകാല ചരിത്രമൊക്കെ വളരെ കൃത്യമായി ഇതുവരെ വിലയിരുത്തി കാണും. അതനുസരിച്ചുള്ള അന്വേഷണമാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? നേരത്തെ ഈ താഴെ ആ പാലത്തിന് താഴെ ഉണ്ടായിരുന്ന ആളുകളിൽ കൂടുതൽ ആളുകൾക്ക് ഈ സംഘവുമായി ബന്ധമുണ്ട് എന്ന നിഗമനമുണ്ടോ? അതനുസരിച്ചുള്ള അന്വേഷണമുണ്ടോ? രഞ്ജിത്ത്, എന്തായാലും പോലീസ് ഈ കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന ഈ കുണ്ടന്നൂർ പാലത്തിന് സമീപത്ത് താമസിക്കുന്നവരെ ഓരോരുത്തരായി ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെ വീട്ടിലെത്തി പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ മറ്റ് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെയാണ് വടക്കൻ പറവൂരിൽ നടന്ന മോഷണ ശ്രമം, അവിടെ ഒന്നും മോഷണം പോയിട്ടില്ല, മോഷണ ശ്രമം മാത്രമായിരുന്നു. ഈ വീടുകളിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് 2 പേരാണ്. അവരുടെ വേഷവിധാനം ഈ കുറുവാ സംഘങ്ങളുടെ പോലെ തന്നെയാണ്. പക്ഷെ അവരാണ് കുറുവാ സംഘത്തിൽപ്പെട്ടവരാണെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കുവാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രതികൾ ആരെന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും അന്വേഷണ സംഘത്തിന് എത്താനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. മുനമ്പം DYSP ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറുവാ സംഘങ്ങൾ അവരുടെ ഒരു മോഷണ രീതി വളരെ അപകടകാരികളായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ തന്നെ ഇവരെ കീഴടക്കണമെന്നൊരു ലക്ഷ്യത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നത്. അതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മോഷണ ശ്രമം നടന്ന വീടുകൾ, അതായത് ചേന്നമംഗലത്തെ കരിമ്പാടം, കുമാരമംഗലം എന്നിവിടങ്ങളിലേക്ക് എത്തി. അവിടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ, സമീപ പ്രദേശത്തെ CCTVകൾ, ഇവർ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ, ഇവർ ഒരിടത്ത് തമ്പടിക്കുന്നവരായിരിക്കില്ല, പലയിടങ്ങളിൽ, ചിലപ്പോൾ ഇപ്പോൾ കൊച്ചിയിലാണ്, എറണാകുളത്താണ് ഇപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇവർ പലപ്പോഴും താമസിക്കുന്നത് മറ്റ് ജില്ലകളിലൊക്കെ ആയിരിക്കും. ആ രീതിയിലുള്ള ഒരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. മറ്റ് ജില്ലകളെ കേന്ദ്രീകരിച്ചും ഇവർ താമസിക്കാൻ ഇടയുള്ള ഈ ഒഴിഞ്ഞ പ്രദേശങ്ങൾ അല്ലെങ്കിൽ കാട് പിടിച്ചു കിടക്കുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡ്രോണിന്റെ സഹായത്തോടു കൂടി ഈ കാട് പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഡ്രോൺ വഴി നിരീക്ഷണം ശക്തമാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ആ എല്ലാ രീതിയിലും ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട് കേരള പോലീസ് സജ്ജമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ ഉള്ള കുറുവാ സംഘങ്ങൾ, പക്ഷെ അവർ തമ്പടിച്ചതായിക്കോട്ടെ എറണാകുളത്ത് ആണെന്നുള്ളൊരു സൂചനയൊക്കെ വരുന്നുണ്ട്. സന്തോഷിനെ അവിടെ നിന്നുമാണ് പോലീസ് കീഴടക്കിയത്. ആ രീതിയിലും എറണാകുളത്തിന്റെ വിവിധ ഇടങ്ങളിലും അന്വേഷണ സംഘം നല്ല രീതിയിൽ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും വടക്കൻ പറവൂരിൽ എത്തിയത് ഇത് കുറുവാ സംഘമാണെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മോഷണ ശ്രമം നടന്ന വീടുകളിലൊക്കെ എറണാകുളം ആലുവ റൂറൽ SP വൈഭവ് സക്സേന അന്ന് തന്നെ സന്ദർശിച്ചിരുന്നു. അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എറണാകുളം ജില്ലയ്ക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം രാത്രികാലങ്ങളിലെ പെട്രോളിംഗ് അത് ശക്തമാക്കിയിട്ടുണ്ട്. ഇനി പൊതു ഇടങ്ങൾ, ഈ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇവിടങ്ങളിലൊക്കെ പെട്രോളിംഗ് ശക്തമാക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഈ കുറുവാ സംഘം എന്ന് സംശയിക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, തുടരുക. ശരണ്യ,